അല്ല. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പുള്ളതാകണം, സ്ഥിരതയുള്ളതാകണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരമുള്ളൂ എന്ന് ആമേൻ ഹല്ലേലൂയ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആമേൻ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഹല്ലേലൂയ. എങ്ങനെയുള്ള മനുഷ്യൻ? ആമേൻ അവിശ്വാസമുള്ള മനുഷ്യൻ, വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യൻ. ആമേൻ ഹല്ലേലൂയ. എത്ര തന്നെ പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് വചനം വളരെ ശക്തമായി വിളിച്ചു പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വാസ ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതം എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്ന് ഒന്ന് ശോധന ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് വചനം പറയുമ്പോൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ആമേൻ ഹല്ലേലൂയ ഇരുമനസ്സുള്ളവരായിട്ടല്ല, ആമേൻ ഏകാഗ്രതയുള്ളവരായി സ്ഥിരതയുള്ളവരായി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ കർത്താവിലുള്ള വിശ്വാസത്തെ ആ അനുഭവങ്ങൾ ഒന്നും തന്നെ സ്വാധീനിക്കാത്ത നിലവാരത്തിൽ നാം കർത്താവിന്റെ സന്നിധി നാളുകളായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ ഹല്ലേലൂയ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നത് കാണുവാൻ സാധിക്കും. 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന്. ഹല്ലേലൂയ. നാം നിരന്തരമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം ഹല്ലേലൂയ സ്ഥിരതയുള്ളതല്ല എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവ് യാത്ര ചെയ്തപ്പോൾ ആമേൻ വിശന്ന് ഹല്ലേലൂയ ഒരു അത്തിവൃക്ഷത്തെ കണ്ട് അതിൽ ഫലം തിരഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഫലം കിട്ടാതെ പോയി. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് ആ അത്തിയെ ശപിക്കുന്നത് കാണുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ആ അത്തിവൃക്ഷം വേരോടെ ഹല്ലേലൂയ ഉണങ്ങിപ്പോയത് കണ്ടു. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത്, നിന്നിൽ നിന്നും ഇനി ആരും ഫലം അനുഭവിക്കാതെ പോകട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിന് സംഭവിച്ചു. അത് വേരോടെ ഉണങ്ങിപ്പോയതായി ശിഷ്യന്മാർ കാണുകയും പത്രോസിന് അത് ഓർമ്മ വന്ന് യേശു കർത്താവിനോട് ഇപ്രകാരം പറയുകയും ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. അതേ പ്രിയ ദൈവജനമേ, നാം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ എന്തിനും ഏതിനും പ്രാർത്ഥിക്കുന്നവരായി ഒതുങ്ങിക്കൂടാതെ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും ഹല്ലേലൂയ ആമേൻ വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ആമേൻ മറ്റുള്ളവരുടെ ആമേൻ ഹല്ലേലൂയ ബോധ്യത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയായാലും, എത്ര വലിയതായാലും ഹല്ലേലൂയ ആമേൻ ഉത്തരം തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനെന്ന് വിശ്വസിക്കുവാൻ ആമേൻ നാം ഓരോരുത്തരും തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ഉത്തരം തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനത്രേ. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നവരത്രേ നമ്മുടെ കർത്താവ്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുഖം തിരിക്കുന്നവരല്ല നമ്മുടെ ദൈവം. ആമേൻ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നവനുമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവന് ചെവികൾ മന്ദമായിട്ടില്ല. ആമേൻ പ്രവർത്തിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈകൾ കുറുകിപ്പോയിട്ടുമില്ല എന്ന് വചനം വിളിച്ചു പറയുമ്പോൾ ആമേൻ പ്രിയ ദൈവജനമേ, കർത്താവിന്റെ സന്നിധിയിൽ നാം ഇന്നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടു കൂടെ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. വിശ്വാസത്തോടു കൂടിയ ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നു. രണ്ടാമതായി വീണ്ടും പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ക്രിസ്തുവിലും തന്റെ വചനത്തിലും വസിക്കുന്ന
ആമേൻ ഹല്ലേലൂയ ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ നമുക്ക് തോന്നിയതുപോലെ നാം ജീവിച്ചാൽ, ആമേൻ കർത്താവ് നമ്മോട് പറയുന്നതിന് വിപരീതമായി നാം നടന്നാൽ, ആമേൻ കർത്താവിന്റെ വചനം നമ്മെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, നാം നമ്മുടെ ആമേൻ വിശ്വാസ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതിന് വിപരീതമായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് ആമേൻ ഹല്ലേലൂയ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ക്രിസ്തുവിലും തന്നെ വചനത്തിലും ഹല്ലേലൂയ വസിക്കുന്ന ആമേൻ ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ആമേൻ 15 ആമേൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പൻ അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ നാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ ആമേൻ വചനത്തിൽ വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനം നമ്മിൽ വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നാം എത്രത്തോളം കർത്താവിന്റെ വചനത്തിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു? ആമേൻ കർത്താവിന്റെ വചനത്തിലൂടെ ആമേൻ കർത്താവ് നമ്മിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നാം എത്രത്തോളം കീഴ്പ്പെടുന്നു? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നാം എത്രത്തോളം അനുസരിക്കുന്നു? ഹല്ലേലൂയ. നാം വചനപ്രകാരമാണോ ജീവിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. അതോ വചനത്തിന് വിപരീതമായിട്ടാണോ? കർത്താവിന്റെ വചനം ഹല്ലേലൂയ നമ്മോട് എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളായ നാം ഇന്നാളുകളിൽ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. പ്രിയ ദൈവജനമേ, ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകുന്നവരല്ല നമ്മുടെ കർത്താവ്. ആമേൻ കർത്താവിന്റെ വചനത്തിലൊന്ന് ആഴത്തിൽ വേരുന്നുവാൻ, ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിലൊന്ന് വസിക്കുവാൻ നാം ഹല്ലേലൂയ താല്പര്യത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ആമേൻ ഹല്ലേലൂയ നാം ഒരിക്കലും ആമേൻ ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത നിലവാരത്തിൽ അനുഗ്രഹിച്ച് മാറിപ്പാനും വിടിവിപ്പാനും നമ്മുടെ കർത്താവ് സർവശക്തനത്രേ. ആമേൻ കർത്താവ് നമ്മിൽ ഹല്ലേലൂയ ആമേൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും, ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ആമേൻ ദൈവം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും, ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ആമേൻ വചനത്തിൽ ഹല്ലേലൂയ ഉറപ്പുള്ളതല്ലാത്തത് കൊണ്ട്, ആമേൻ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസ ജീവിതം അത് സ്ഥിരതയില്ലാത്തത് കൊണ്ട്, ആമേൻ പലപ്പോഴും ദൈവ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ പോകുമ്പോൾ പലപ്പോഴും നാം കർത്താവിന്റെ സന്നിധിയിൽ പിറുപിറുക്കുന്നവരാണ്. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും നാം കർത്താവിന്റെ സന്നിധിയിൽ ഇപ്രകാരം പറയും: കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ആമേൻ യാതൊരുവിധ ഫലവുമില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. കർത്താവെ, ഞാൻ നിന്നോട് ഹല്ലേലൂയ ഇത്ര നാളുകളായി പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആമേൻ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് ഒരു മറുപടിയില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ആമേൻ മതിയാക്കി പോകുന്നവരെയും നമുക്ക് ഇന്ന് ധാരാളമായി കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് ആമേൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ വൈകുന്നത് ആമേൻ നമ്മുടെ കുറവുകളാണ് എന്ന് തിരിച്ചറിയുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ, ആമേൻ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ചില നന്മകൾ നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ആ കർത്താവ് ഹല്ലേലൂയ നമുക്ക് തരിക തന്നെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നാം കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരി ആഴത്തിൽ ഹല്ലേലൂയ ഒന്ന് ഇറങ്ങി ചെല്ലുമെങ്കിൽ, ആമേൻ കർത്താവിന്റെ വചനത്തെ ആഴത്തിൽ ഒന്ന് രുചിച്ചറിയുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ആ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ആമേൻ ഒത്തിരി വാഗ്ദത്തങ്ങൾ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും കർത്താവിന്റെ വചനങ്ങളെ വേണ്ടത്ര ആമേൻ രുചിച്ചറിയാത്തത് കൊണ്ട് ആ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കാതെയും പോകുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ വചനത്തിൽ വസിക്കുന്നവരാകാം, ആമേൻ വചനം അനുസരിക്കുന്നവരാകാം എന്നാൽ ആമേൻ കർത്താവിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ ഹല്ലേലൂയ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന പദവിയിൽ നിലനിന്ന് ഫലം കായ്ക്കുന്നവരായാൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ ആമേൻ മറുപടി ഉണ്ട് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നാം അല്ല കർത്താവിനെ തിരഞ്ഞെടുത്തത്, നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവ് അത്രേ. എന്തിനാ നമ്മെ തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കുവാൻ, വെറുതെ ഇരിക്കുവാനായിട്ടല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ആമേൻ കർത്താവിന് നൽകേണ്ടതായ സമയവും കൂടെ നമ്മുടെ ഭൗതിക ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ആമേൻ മുന്നോട്ട് പോകുവാനായിട്ടല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ആമേൻ ഹല്ലേലൂയ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആമേൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ടാണ്
ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നാളുകളെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന വചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എന്തിനാ കർത്താവ് നമ്മിൽ നിന്നും ഫലം ആഗ്രഹിക്കുന്നത്? നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ഹല്ലേലൂയ പിതാവിന്റെ അടുക്കൽ നിന്ന് ഹല്ലേലൂയ മറുപടി ലഭിക്കുവാനായിട്ട് അത്രേ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്, ഇഷ്ടവുമാണ്. പക്ഷേ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ ആഗ്രഹമില്ലാതെ പോകുന്നു, താല്പര്യമില്ലാതെ പോകുന്നു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സമയം ചിലവഴിക്കുവാനോ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുവാനോ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി നാം ഫലം കായ്ക്കുന്നവരാണ് എങ്കിൽ ഹല്ലേലൂയ ഫലം കായ്ച്ച ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും നമ്മെ ഹല്ലേലൂയ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആരെങ്കിലും നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു സമീപനം ഹല്ലേലൂയ നമ്മോട് ഹല്ലേലൂയ കാണിച്ചാൽ അവിടെ തീരും നമ്മുടെ ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നാളുകളിൽ അപ്രകാരമായിരിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് ഞെരുക്കം ഹല്ലേലൂയ കടന്നു വന്നാലും അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്നവരത്രേ കർത്താവ് എന്ന് വിശ്വസിക്കുവാൻ. ഏത് ഞെരുക്കത്തിന്റെ ഹല്ലേലൂയ പാതയിൽ കൂടെ കടക്കേണ്ടതായി വന്നാലും ഒരു വിശാലത കൊണ്ടുവരുവാൻ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മറന്നു പോകരുത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്യേണ്ടത്. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. വെറുതെ നമ്മുടേതായ ഭൗതിക ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് മുന്നോട്ട് പോകേണ്ടതിനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഹല്ലേലൂയ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ വേണ്ടത് അത്യാവശ്യമാണ് എന്ന് മറക്കരുത്. ഹല്ലേലൂയ. നമ്മെ കർത്താവാണ് തിരഞ്ഞെടുക്കുന്നത്, നാം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല. നാമായിരുന്ന സകല സാഹചര്യത്തിൽ നിന്ന് ഹല്ലേലൂയ പാപത്തിന്റെ ഹല്ലേലൂയ അകൃത്യത്തിന്റെ ഹല്ലേലൂയ രോഗത്തിന്റെ കഷ്ടതയുടെ തകർച്ചകളുടെ ഹല്ലേലൂയ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ കരം പിടിച്ചു വഴി നടത്തുന്ന ഹല്ലേലൂയ വീണ്ടെടുത്ത് നമ്മെ പരിപാലിക്കുന്ന ആ സ്നേഹിക്കുന്ന കർത്താവിനെ ഒരിക്കലും ഹല്ലേലൂയ തള്ളിക്കളയുന്നവരായിട്ടല്ല, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാതെ ഇരിക്കുന്നവരായിട്ടല്ല, ഹല്ലേലൂയ സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവജനമേ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന കർത്താവിന്റെ മക്കൾക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ആരുടെയും ചെവി ഹല്ലേലൂയ കേട്ടിട്ടുമില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തതായ നിഗൂഢമായ നന്മകളെ ഹല്ലേലൂയ ജീവിതങ്ങളിൽ നൽകി തരുവാൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന മക്കൾക്ക് വേണ്ടി നൽകി തരുവാൻ ഹല്ലേലൂയ പരിശുദ്ധ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും ഹല്ലേലൂയ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നതായ വാക്കുകൾ കേട്ട് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് നമ്മിൽ നിന്നും ഏത് നിലവാരത്തിലുള്ള ഫലമാണോ ആഗ്രഹിക്കുന്നത് അത് നൽകുവാൻ നാം ഓരോരുത്തരും വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാറുണ്ട്, അത് ദൈവഹിത പ്രകാരമാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലുമുള്ള ഫലമല്ല കർത്താവിന് കായ്ക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ നൽകേണ്ടത് കർത്താവ് ഏത് വിധത്തിലുള്ള ഫലമാണോ നമ്മിൽ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ഒന്ന് നമ്മെ തന്നെ ഹല്ലേലൂയ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഹല്ലേലൂയ താല്പര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചിട്ട് ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ട് മാറിപ്പോകണമെന്നല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്ഥിരതയോടെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ നാം ഓരോരുത്തരും ഹല്ലേലൂയ വളരെ താല്പര്യമുള്ളവരാകാം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം ഓരോരുത്തരും ഹല്ലേലൂയ വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഓരോ ദിനവും കേൾക്കുന്നതായ ഹല്ലേലൂയ വാർത്തകൾ
വചനങ്ങൾ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ പഠിപ്പിക്കുന്നത് എന്താണ്? നാം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ വിശ്വാസത്തോടെ ആമേൻ സ്ഥിരതയോടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ ഒത്തിരി പ്രതികൂലങ്ങൾ നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്നു. ആമേൻ ഒത്തിരി ഹല്ലേലൂയ ആമേൻ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. എന്നാൽ അവിടൊക്കെ നമ്മെ കരുതുന്ന ദൈവത്തിന് വേണ്ടി നാം ഫലം കാക്കുന്നവരാണ് എങ്കിൽ ആ പ്രതികൂലങ്ങളൊന്നും തന്നെ നമ്മെ തൊടാതെ വണ്ണം നമ്മെ ഹല്ലേലൂയ കാക്കുവാനും കരുതുവാനും പരിപാലിപ്പാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ എന്തും വന്നോട്ടെ, ഏത് ആമേൻ പ്രതിസന്ധികളും കടന്നു വന്നോട്ടെ, ആരൊക്കെ ഹല്ലേലൂയ പ്രതികൂലമായി എഴുന്നേറ്റാലും നമ്മെ ഹല്ലേലൂയ അവരുടെ കരങ്ങളിൽ ഹല്ലേലൂയ അകപ്പെടാതെ വണ്ണം കാക്കുന്ന കരുതുന്ന ദൈവമത്രേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ആമേൻ ഞാൻ നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ അനുഗ്രഹിച്ച് മാനിക്കുന്നവരത്രേ നമ്മുടെ കർത്താവ്. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവിടെ വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ഹല്ലേലൂയ ചട്ടങ്ങൾ പ്രമാണിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ ഇഷ്ടത്തിനൊത്ത് നടക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ ആമേൻ 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ആമേൻ യഹോവയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആമേൻ അനുസരിക്കുകയും അവന്റെ ഇഷ്ടത്തിനൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ ആമേൻ അവിടെയും ഹല്ലേലൂയ വചനം പറയുന്നത് ആമേൻ എപ്രകാരമെങ്കിലും ഹല്ലേലൂയ നമുക്ക് തോന്നിയതുപോലെ ആമേൻ നടക്കുവാനായിട്ടല്ല, ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനപ്രകാരം നടക്കുന്ന ആമേൻ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്കാണ് മറുപടി ലഭിക്കുന്നത്. ഹല്ലേലൂയ പ്രിയ ദൈവജനമേ ആമേൻ ഹല്ലേലൂയ നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് ഉത്തരം ആമേൻ ഹല്ലേലൂയ ലഭിക്കാതെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മോടൊപ്പം ആമേൻ ഹല്ലേലൂയ അല്ല എങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ചുറ്റുപാടും ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി നന്മകൾ അനുഭവിക്കുമ്പോൾ നാം അവരെ നോക്കി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവരെ നോക്കി ഹല്ലേലൂയ കർത്താവിനെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവരെ പ്രകാരം കർത്താവിൽ നിന്നും ആമേൻ നന്മകൾ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കി ആമേൻ മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ നാം ഒരുക്കമുള്ളവരാകാം. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനങ്ങളെ ആമേൻ കൽപ്പനകളെ അനുസരിക്കണം. വെറുതെ ആമേൻ ഹല്ലേലൂയ കടന്നു പോകുവാനായിട്ടല്ല ആമേൻ ഹല്ലേലൂയ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആമേൻ ഹല്ലേലൂയ ചട്ടങ്ങളും കൽപ്പനകളും തന്നിരിക്കുന്നത് നമുക്ക് അനുസരിക്കുവാനായിട്ടത്രേ. ഹല്ലേലൂയ ആമേൻ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ആമേൻ ഹല്ലേലൂയ സഞ്ചരിക്കാൻ പാടില്ല എന്ന് ആമേൻ കർത്താവ് പറയുന്ന പാതകൾ സഞ്ചരിച്ചാൽ ആമേൻ ഹല്ലേലൂയ ചിന്തിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ ആമേൻ പ്രവർത്തിപ്പാൻ പാടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിച്ചാൽ ആമേൻ ഹല്ലേലൂയ ദൈവം ഏതെല്ലാം മേഖലകളിൽ ദൈവത്തിന്റെ മക്കൾ ആയിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ ഈ നാടുകളിൽ ഹല്ലേലൂയ ആ മേഖലകളിൽ ആയിരിക്കുന്നു എങ്കിൽ ആമേൻ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ നമ്മിൽ എത്ര പേർക്ക് ആമേൻ കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ സാധിക്കുന്നു? ആമേൻ കർത്താവിന്റെ ചട്ടങ്ങളും ആമേൻ കൽപ്പനകളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം അത്രേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ അവന്റെ ചട്ടങ്ങളും ആമേൻ ഹല്ലേലൂയ പ്രമാണങ്ങളും അനുസരിക്കുവാൻ ആമേൻ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോകുകയില്ല. നാം ഒരിക്കലും ഹല്ലേലൂയ ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ ഭാരപ്പെടുവാൻ ആമേൻ ഇടയാകയില്ല എന്നുള്ള കാര്യം ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ സത്യത്തിന്റെ ദൈവമായ കർത്താവ്, അത്ഭുതങ്ങളുടെ രാജാവായ ദൈവം, ആമേൻ ഹല്ലേലൂയ സർവ്വവ്യാപിയായിരിക്കുന്ന കർത്താവ്, ആമേൻ സകലത്തിനും ജ്ഞാനിയായിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും ആമേൻ ഉത്തരം തരുവാൻ സർവശക്തനെന്ന് തിരിച്ചറിയുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവജനമേ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നിലവാരത്തിൽ നമ്മെ അനുഗ്രഹിപ്പാനും മാനിപ്പാനും നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ശ്രേഷ്ഠനത്രേ. ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ആമേൻ ആമേൻ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ആമേൻ നമുക്ക് തോന്നിയതുപോലെ നടന്നിട്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ
പ്രാർത്ഥിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഉത്തരം ലഭിക്കുകയില്ല പ്രിയ ദൈവജനമേ. ആമേൻ നമുക്ക് തോന്നിയതുപോലെ നടന്നിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ഹല്ലേലൂയ ഹൃദയത്തിന് ഒരുപക്ഷെ നമ്മുടേതായ ഈ ലോക ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് ആമേൻ ഇഷ്ടപ്രകാരം നാം നടന്നാൽ ആമേൻ ദൈവത്തിന് വിരോധമായി പോകാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവർ പലപ്പോഴും നമ്മെ നടത്തുന്നത് ആമേൻ ദൈവഗതത്തിന് ഹല്ലേലൂയ ആമേൻ അനുയോജ്യമാകണമെന്നില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളായ നാം ആമേൻ ആരൊക്കെ നമ്മെ ഹല്ലേലൂയ ആമേൻ സ്നേഹിച്ചാലും ആരൊക്കെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോയാലും ഹല്ലേലൂയ അവിടെയൊക്കെ ദൈവഗതമായിട്ടുള്ള പാതകളെ നാം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ ഇന്നാളുകളിൽ കർത്താവിന്റെ വചനത്തിന് വിപരീതമായ ആമേൻ കർത്താവിന്റെ കൽപ്പനകൾക്ക് വിപരീതമായ ആമേൻ ഹല്ലേലൂയ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ ഒട്ടനവധിയായി കടന്നു വരാറുണ്ട്. ആമേൻ ഹല്ലേലൂയ അവിടെയൊക്കെ കർത്താവിന്റെ വചനം പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഒരിക്കലും കർത്താവിന്റെ വചനങ്ങളും ചട്ടങ്ങളും അനുസരിക്കാതെ പോകരുത്. ഹല്ലേലൂയ ഏത് പ്രലോഭനത്തിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നാലും ആമേൻ കർത്താവിന്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും മുറുകെ പിടിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവജനമേ ആമേൻ അവിടെ നമ്മെ കരം പിടിച്ച് നടത്തുന്നവരത്രേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നാലും ഒരു വിശാലത തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനെന്ന് തിരിച്ചറിയുവാൻ മനസ്സാകുന്നുവെങ്കിൽ ആ വിശാലതയിലൂടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സർവശക്തനത്രേ. ഹല്ലേലൂയ ആമേൻ സങ്കീർത്തനം 37 അതിന്റെ ആമേൻ ഹല്ലേലൂയ 4-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 37 അതിന്റെ 4-ാമത്തെ തിരുവചനം ഹല്ലേലൂയ അവിടെ ഇപ്രകാരം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ അവിടെ പറയുന്നത് ആമേൻ യഹോവയിൽ രസിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഉത്തരമുണ്ട്. ഹല്ലേലൂയ നമ്മൾ എത്ര പേർക്ക് ആമേൻ കർത്താവിൽ ഹല്ലേലൂയ രസിക്കുവാൻ സാധിക്കുന്നു? ആമേൻ കർത്താവിൽ ഹല്ലേലൂയ രസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ സാധിക്കുന്നു? ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുകയാണ് എങ്കിൽ ആമേൻ ഹല്ലേലൂയ അവൻ സകല മനുഷ്യരെയും രസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മനുഷ്യന് കണ്ണിന് ഹല്ലേലൂയ ആമേൻ ആമേൻ വളരെ ആനന്ദം നൽകുന്ന, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ആമേൻ ഹല്ലേലൂയ ഏത് ഭാരത്തിലും ആമേൻ ദുഃഖത്തിനുമായിരിക്കുന്ന മനുഷ്യനായാലും അവനെ സന്തോഷിപ്പിക്കുകയും ചിരിക്കിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ ഇന്ന് ഒട്ടനവധി പേർ ഹല്ലേലൂയ എന്തിനേറെ ദൈവമക്കൾ പോലും ആ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ വിനിയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഭൗതികമായ ആമേൻ ഹല്ലേലൂയ തങ്ങളെ രസിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന സാഹചര്യങ്ങളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ നാം യഹോവയിൽ രസിച്ച് മുന്നോട്ട് പോകണമെന്ന്, ആമേൻ യഹോവയിൽ രസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ നാം യഹോവയിൽ ഹല്ലേലൂയ ആമേൻ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ കർത്താവിൽ ഹല്ലേലൂയ പൂർണ്ണമായും നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവജനമേ ആമേൻ നമുക്ക് ചുറ്റുപാടുമുള്ളത് ആമേൻ ഹല്ലേലൂയ നോക്കി കണ്ടുകൊണ്ട് അതിൽ രസിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളായ നമുക്ക് അനുയോജ്യമായതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ രസിച്ച് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു ആമേൻ യഹോവയിൽ തന്നെ രസിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന ദൈവം അത്രേ ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ ആമേൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ മുന്നമേ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനത്രേ നമ്മുടെ കർത്താവ്. ഉടവരകമന റീബൽ ശരവ ആമേൻ പ്രിയ ദൈവജനമേ ആമേൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും ഇന്ന് നാളുകളിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഉത്തരം ലഭിക്കണമെങ്കിൽ ആമേൻ കർത്താവിൽ രസിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്ന് ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ പലപ്പോഴും ആമേൻ നാം രസിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ ലോകപരമായ മറ്റു പലതിലുമായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല. നാം ഹല്ലേലൂയ ദിനംതോറും ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ
ആമേൻ ഹല്ലേലൂയ ചെറുതും വലുതുമായ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുമ്പോൾ എന്തുകൊണ്ട് ഹല്ലേലൂയ എന്ന് ആമേൻ അന്വേഷിക്കുവാൻ നാം ആരും മെനക്കെടാറില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയിൽ രസിക്കാത്തത് കൊണ്ട്, യഹോവയിൽ ആശ്രയിക്കാത്തത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ യഹോവയിൽ വേണ്ടത്ര ഹല്ലേലൂയ ആഴത്തിൽ വേരൂന്നിയവരാകാത്തത് കൊണ്ട്, യഹോവയിൽ ഹല്ലേലൂയ വിശ്വാസത്തിൽ ആമേൻ ഹല്ലേലൂയ പൂർണ്ണതയില്ലാത്തവരായതുകൊണ്ട്, ആമേൻ സ്ഥിരതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നിൽക്കാത്തവരായതുകൊണ്ട്, ആമേൻ കർത്താവിന്റെ വചനങ്ങളും കൽപ്പനകളും ആമേൻ അനുസരിക്കുവാൻ ഹല്ലേലൂയ പൂർണ്ണമായും ഹല്ലേലൂയ ആ കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ ആമേൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ശ്രമിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഹല്ലേലൂയ മറുപടി ലഭിക്കാതെ നാം ഭാരം അനുഭവിക്കേണ്ടതായി വരുന്നു. ആമേൻ ഉടനാരകമന പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ഈ നാടുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ തോന്നിയതുപോലെ ആമേൻ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, ആമേൻ പ്രകാരമുള്ള ഹല്ലേലൂയ ജീവിതവുമായിട്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിലായിരുന്നാൽ ആമേൻ കർത്താവ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുമെന്ന് ആമേൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നാളുകളിൽ ഹല്ലേലൂയ സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഉടനകര ക്ഷാരപരകമന റീഖാനതര ക്ഷാരപരകമന നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം, ആമേൻ ഹല്ലേലൂയ നമ്മെ കരം പിടിച്ചു നടത്തുന്ന കർത്താവിന്റെ സ്നേഹം, ആമേൻ ഹല്ലേലൂയ ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ തല വലങ്കരത്തിൽ നമ്മെ താങ്ങുന്ന ദൈവം, ആമേൻ വലങ്കരത്തിൽ 7 നക്ഷത്രങ്ങളെ വഹിച്ചവനായ ആമേൻ ഹല്ലേലൂയ ജയാളിയായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ നാം തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ വീണ്ടും വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 37:5 തങ്ങളുടെ വഴികളെ യഹോവയെ ഫലമേൽപ്പിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ വീണ്ടും വചനം പറയുന്നു, ആമേൻ ഹല്ലേലൂയ തങ്ങളുടെ വഴികളെ ആമേൻ ഹല്ലേലൂയ യഹോവയിൽ ഫലമേൽപ്പിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വഴികളെ കർത്താവിൽ ഹല്ലേലൂയ ഫലമേൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ ആമേൻ പലപ്പോഴും ദൈവത്തിന്റെ മക്കളുടെ വഴികളെ നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒട്ടനവധി പേർ ഹല്ലേലൂയ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ ഒരിക്കലും ദൈവഹിതമല്ലാത്തതാണ്. ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ആ വഴികളെ കർത്താവിലേക്ക് ഒന്ന് ഫലമേൽപ്പിക്കുവാൻ സാധിക്കാതെ പോകുന്നു. എന്നാൽ കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, ആമേൻ ഹല്ലേലൂയ തന്റെ വഴികളെ ആമേൻ യഹോവയിൽ ഫലമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഉടവരഗമന റീവൽശലവ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നമ്മുടെ വഴികളെ കർത്താവിൽ ഹല്ലേലൂയ ഫലമേൽപ്പിക്കുവാൻ ആമേൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ നമ്മുടെ വഴികൾ അത് ദൈവഹിതമാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് ആമേൻ വിശദീകരിച്ചു തന്ന പാതകളാണ് എങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ തീരുമാനങ്ങൾ ആമേൻ ഹല്ലേലൂയ സകലവും ആമേൻ കർത്താവിനാൽ ഹല്ലേലൂയ വിശദീകരിച്ചതാണ് എങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ പാതകളെ കർത്താവിന് സമർപ്പിക്കുവാൻ നമുക്കൊരു മടിയും കാണുകയില്ല. ഹല്ലേലൂയ ഒരു രഹസ്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആമേൻ കർത്താവിന്റെ ഹിതമല്ലാത്ത യാതൊരു പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആമേൻ ദൈവഹിതമില്ലാത്ത യാതൊരു ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്നില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് തന്റെ വഴികളെ ആമേൻ കർത്താവിൽ ഫലമേൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ കർത്താവ് അറിയാതെ ആമേൻ ഹല്ലേലൂയ ദൈവം അറിയാതെ ആമേൻ ഹല്ലേലൂയ ആമേൻ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ആമേൻ ഒരിക്കലും ഹല്ലേലൂയ പാതകളെ ആമേൻ കർത്താവിൽ ഫലമേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നാടുകളിൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ വചനത്തിന് വിപരീതമായ യാതൊന്നും ജീവിതത്തിൽ വേണ്ട എന്ന് ആമേൻ ഹല്ലേലൂയ തീരുമാനമെടുത്ത് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നടക്കുമെങ്കിൽ ആമേൻ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ശ്രേഷ്ഠമായ മറുപടി നൽകി മാറിപ്പാൻ സർവശക്തനായ ദൈവം ആമേൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ആലോചന വിളിച്ചു പറയുന്നു. പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ മറുപടി വൈകുമ്പോൾ ആമേൻ കർത്താവിന്റെ മറുപടി ഹല്ലേലൂയ കാണാതെ പോകുമ്പോൾ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പെരുപെരുക്കുന്ന അനുഭവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല എന്ന് ആമേൻ അത് തിരിച്ചറിയുവാൻ ആമേൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ പാതകളെ കർത്താവിനൊന്ന് സമർപ്പിക്കുമെങ്കിൽ ആമേൻ കർത്താവേ എന്റെ വഴികളെ കർത്താവ് സൂക്ഷിക്കണം. ആമേൻ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് തിരഞ്ഞെടുത്തു തരുന്ന പാതകളിൽ
എന്നെ സഹായിക്കണമെന്ന് പറയുവാൻ ആമേൻ ഹല്ലേലൂയ തീരുമാനമെടുക്കുമെങ്കിൽ ആമേൻ നാടുകളായി പ്രാർത്ഥിച്ച ആമേൻ കരയുന്ന ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ ഉത്തരം നൽകുവാൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. ഓ മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ ചോദ്യ ചിഹ്നമായിരിക്കുന്ന വിഷയങ്ങളിൽ ആമേൻ മറ്റുള്ളവർ പരിഹസിച്ച് ഒതുക്കി ഹല്ലേലൂയ മാറ്റി നിർത്തുന്ന വിഷയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ആമേൻ ഉത്തരങ്ങൾ നൽകി മാനിക്കുവാൻ ആമേൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ആലോചനയായി വിളിച്ചു പറയുന്നു. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ സകല വിഷയങ്ങൾക്കും ഉത്തരമുണ്ട്. ഹല്ലേലൂയ സകല പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. ആമേൻ നമ്മെ ഭാരപ്പെടുത്തുന്നവരല്ല നമ്മുടെ കർത്താവ്, നമ്മെ ഹല്ലേലൂയ തള്ളിക്കളയുന്നവരല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആമേൻ നിരാശയിൽ നിന്നും നിരാശയിലേക്കും പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്കും തള്ളിക്കളയുന്നവരല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ ആമേൻ പരാജയത്തിൽ നിന്നും ജയാളികളാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ നിരാശകളെ നീക്കി ആനന്ദത്തിന്റെ നാളുകളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുക ആമേൻ ആ കർത്താവ് സർവശക്തനത്രേ. ഉടവരകമന റീബൽശലവ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കാം. പ്രിയ ദൈവജനമേ നമ്മുടെ വഴികളെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഫലമേൽപ്പിക്കാം. കർത്താവേ ആമേൻ അവിടുന്ന് തിരഞ്ഞെടുത്ത് തരുന്ന പാതകൾ നടക്കുക. ആമേൻ ഹല്ലേലൂയ എനിക്ക് മനസ്സുണ്ട്, അതിനായി ഹല്ലേലൂയ കർത്താവേ എന്നെ ഒരുക്കണമേ എന്നൊന്ന് പറയുവാൻ ആമേൻ കർത്താവേ ആമേൻ അവിടുന്ന് തിരഞ്ഞെടുത്ത് തരുന്ന പാതകൾ നടക്കുക, എന്നെ സഹായിക്കണമേ എന്നൊന്ന് പറയുവാൻ ആമേൻ ഹല്ലേലൂയ നാം മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ആമേൻ നാളുകളിൽ ഉന്നതമായ നന്മകൾ നൽകി ശ്രേഷ്ഠകരമായിരിക്കുന്ന നന്മകൾ നൽകി മാനിക്കുവാൻ സർവശക്തനത്രേ. പ്രിയ ദൈവജനമേ ഈ ഭൂമിയിലുള്ള ആർക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ സാധിക്കാത്തതായ നന്മകൾ ആമേൻ ഒരു ആയുഷ്കാലം മുഴുവനും നാം ഹല്ലേലൂയ ഭൂമിയിൽ കഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുക നമ്മുടെ കർത്താവ് സർവശക്തൻ. ആമേൻ ഹല്ലേലൂയ ആ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ നാം ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് ഹല്ലേലൂയ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വഴികളെ കർത്താവിൽ ഒന്ന് ഫലമേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുവാനായിട്ടല്ല ആമേൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ നമുക്ക് തോന്നിയതുപോലെ നടക്കുവാനായിട്ടല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ആമേൻ ഹല്ലേലൂയ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുള്ളൂ. ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന ഫലം നാം പുറപ്പെടുവിക്കാതെ നമുക്ക് തോന്നിയതുപോലെ നടന്നാൽ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്നാൽ, കർത്താവ് ഫലം ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കുവാൻ സാധിക്കാതെ നാം ആയിപ്പോയാൽ ആമേൻ ഹല്ലേലൂയ ലഭിക്കേണ്ട നന്മകൾ ഹല്ലേലൂയ ലഭിക്കാതെയും പോകും. ഹല്ലേലൂയ കർത്താവ് അത്തി മരത്തിൽ ഹല്ലേലൂയ ഫലം അന്വേഷിച്ചപ്പോൾ കണ്ടില്ല, എന്നാൽ അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ട് കർത്താവ് അതിൽ ഫലം തിരഞ്ഞു. ഹല്ലേലൂയ ആ ഫലം കാണാത്തത് കൊണ്ടത്രേ ആ അത്തിയെ കർത്താവ് ശപിച്ചത്. ആമേൻ എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു സീസൺ അല്ല. ഹല്ലേലൂയ നാം എപ്പോഴും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ നാം ചിലപ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പറയുമായിരിക്കാം, കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ ഒരു ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു, ഈ ഹല്ലേലൂയ അവസ്ഥ മാറിക്കോട്ടെ, ഇല്ല എങ്കിൽ ഹല്ലേലൂയ ഞാൻ ഈ രോഗാവസ്ഥയിലായിരിക്കുന്നു, എനിക്കൊരു സൗഖ്യം ആമേൻ ലഭിക്കട്ടെ, ഹല്ലേലൂയ ഇല്ല എങ്കിൽ ഞാൻ ഹല്ലേലൂയ ആമേൻ ഈ ഒരു അത്യാവശ്യ കാര്യവുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു, അതൊക്കെയും എന്റെ ജീവിതത്തിൽ ഒന്ന് നടന്നു കിട്ടട്ടെ, അതിനുശേഷം ഞാൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം എന്നല്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ നാം ആയിരിക്കുന്ന സാഹചര്യം ഏത് തന്നെ ആയാലും അതിന്റെ മധ്യേ ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മിൽ ഫലം തിരയുന്നത് ആമേൻ ഹല്ലേലൂയ ഏത് സമയത്താണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കർത്താവ് നമ്മിൽ എപ്പോഴാണ് ഫലം അന്വേഷിക്കുന്നത് ആ സമയത്ത് നാം ഫലം കായ്ക്കുന്നവരായിരിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് മറുപടി നൽകുന്ന ആമേൻ കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ അല്ലാതെ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് പോലെ ആമേൻ പിന്നെയാകട്ടെ ആമേൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഫലം കായ്ക്കുന്നത് എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ മുന്നോട്ട്
മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ആമേൻ കർത്താവ് നമ്മിൽ ഫലം നോക്കുമ്പോൾ ആമേൻ കാണാതെ പോകുവാൻ ഇടയാകും. ആമേൻ ഹല്ലേലൂയ. അവിടെ അനുഗ്രഹമല്ല ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയുമില്ല. ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാളുകളിൽ ആമേൻ കർത്താവിന്റെ വചനം അനുസരിച്ച് ആമേൻ മുന്നോട്ട് പോകാം. നമ്മുടെ പാതകളെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് താഴ്ത്തി സമർപ്പിക്കാം. ആമേൻ. ദൈവം നമുക്കായി ഒരുക്കുന്ന പാതയിൽ നടക്കാം. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-14 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു, തന്നെത്താൻ താഴ്ത്തി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അവിടെ നാം നോക്കുമ്പോൾ ഒരു പരീശനും ചുങ്കക്കാരനും കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. ആമേൻ. പരീശൻ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുവാൻ ആമേൻ ആഗ്രഹിക്കുന്നില്ല. അവൻ തന്റെ ജീവിതത്തിലുള്ള സകലത്തെയും എണ്ണിപ്പറഞ്ഞ് ആമേൻ വളരെ ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ചുങ്കക്കാരനെ നാം നോക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും ഹല്ലേലൂയ നോക്കുവാൻ മനസ്സില്ലാത്തവനായി ആമേൻ കർത്താവിന്റെ കരുണയ്ക്കായി യാചിക്കുന്നു. താൻ പാപിയാണ്, കുറവുള്ളവരാണ് എന്ന് അവൻ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ നീതീകരിക്കപ്പെട്ടവനായി ആമേൻ കർത്താവിന്റെ കൃപ പ്രാപിച്ചവനായി മടങ്ങിപ്പോയതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു താഴ്മ ഏറ്റവും അത്യാവശ്യമാണ് പ്രിയ ദൈവജനമേ. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താഴുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നാം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ താഴുവാൻ മനസ്സില്ലാതെ ആമേൻ കർത്താവേ, ഇത്ര നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ഞാൻ നിന്റെ സന്നിധിയിൽ ചെയ്യുന്നു, എന്നിട്ടും എന്റെ പ്രാർത്ഥനകൾക്ക് എന്തേ ഉത്തരം ലഭിക്കാത്തതെന്നുള്ള ചോദ്യവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, ചുങ്കക്കാരനെ പോലെ ഒന്ന് ഹല്ലേലൂയ സ്വയം താഴ്ത്തി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ആമേൻ ഇടയാകുന്നുവെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. നിഗളികളുടെ പ്രാർത്ഥനകൾക്കല്ല ഉത്തരം ലഭിക്കുന്നത്, താഴ്മയുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതായി ആമേൻ കർത്താവിന്റെ വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്കായി യാചിക്കുവാൻ ആമേൻ ഹല്ലേലൂയ സ്വയം താഴ്ത്തി ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ ആമേൻ ഹല്ലേലൂയ നാം ഒരുക്കമുള്ളവരാകേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരീശനെ പോലെ ആമേൻ തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്നതായ കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ, ആമേൻ നമ്മുടെ കാപട്യങ്ങളെ ഹല്ലേലൂയ ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ നിഷ്കളങ്കതയോടെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുകയില്ല. ആമേൻ. താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നാൽ ആമേൻ ഹല്ലേലൂയ ചുങ്കക്കാരനെ പോലെ നീതീകരിക്കപ്പെട്ടവരായി അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങി പോകുവാൻ ആമേൻ കർത്താവ് നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യം ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവഭക്തനായിരുന്ന അവന് ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ കേട്ട ഉത്തരം നൽകുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് തോന്നിയതുപോലെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് ആമേൻ ഹല്ലേലൂയ സന്തോഷം നൽകുന്ന ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമല്ല നാം നടക്കേണ്ടത്. ദൈവഭക്തിയോടെ ആമേൻ ഹല്ലേലൂയ ദൈവഭയത്തിൽ ജീവിക്കുവാൻ, ആമേൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ, ആമേൻ ദൈവ കൃപയിൽ വസിക്കുവാൻ, ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ, ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ കൃപകളെ ആവോളം അനുഭവിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നാം വചനത്തിലൂടെ ആമേൻ ഹല്ലേലൂയ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയെല്ലാമായിരുന്നാൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ ഒത്തിരി വചനങ്ങൾ ഇനിയുമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നാം ഹല്ലേലൂയ ചില വാക്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ആമേൻ ഹല്ലേലൂയ. ഒന്നാമതായി ആമേൻ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥന. ആമേൻ ഹല്ലേലൂയ. ഒരു ദൈവ പൈതൻ ഉണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. വീണ്ടും നാം ചിന്തിച്ചു ആമേൻ ക്രിസ്തുവിന്റെ വചനത്തിൽ വസിക്കുകയും ഹല്ലേലൂയ അതിൽ നിൽക്കുന്നവരാകുകയും ചെയ്താൽ ആമേൻ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. വീണ്ടും നാം ചിന്തിച്ചു കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാകുമെങ്കിൽ റിമനകര ശാരപരഗമന നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ഉത്തരം ലഭിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. വീണ്ടും വചനം പറയുന്നു യഹോവയുടെ ചട്ടങ്ങളും
കൽപ്പനകളും അനുസരിക്കുകയും അവന്റെ ഇഷ്ടത്തിനൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. വീണ്ടും നാം ആമേൻ മനസ്സിലാക്കി യഹോവയിൽ തന്നെ രസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. വീണ്ടും വായിച്ചു. ആമേൻ തന്റെ വഴികളെ യഹോവയിൽ ഫലമേൽപ്പിക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ ഉത്തരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി ആമേൻ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ അവസാനമായി നാം ചിന്തിച്ചു ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നാളുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമേൻ ദൈവ ഇഷ്ടപ്രകാരം നടക്കുവാൻ നാം താല്പര്യത്തോടെ മുന്നോട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ആമേൻ ഹല്ലേലൂയ ദൈവഭക്തിയോടെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും നമ്മെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. ആമേൻ ഹല്ലേലൂയ. പലരും നമ്മെ ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ പരിഹസിച്ചെന്ന് വരാം, നമ്മെ തരം താഴ്ത്തിയെന്നും വരാം, മാറ്റി നിർത്തിയെന്നും വരാം. അവിടെ ഒന്നും പതറാതെ കർത്താവിന്റെ സന്നിധിയിൽ സ്ഥിരതയോടെ ആമേൻ ആ കർത്താവിൽ തന്നെ രസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ, കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ ഹല്ലേലൂയ നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും, നമ്മോട് കൂടെയിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഏത് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും, ഏത് ഭാരമാണ്, ഏത് നിരാശയാണ് ആമേൻ